കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഇന്ന് ഈ വൈകിയ വേളയിലായിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്ന വൻകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ വേളയിൽ തിരുവചനം ശ്രവിക്കുവാനായി കടന്നു വന്ന ഏവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ അനുഗ്രഹമേറിയ കൂട്ടായ്മകളൊക്കെ നാം ഭവനങ്ങളിൽ നടത്തുവാനിടയായി. നാമും നമ്മുടെ കുടുംബവും ചേർന്നുള്ള ആരാധനകളാണിപ്പോൾ സാധ്യമായിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനായിരിക്കുന്ന എൻ്റെ ദേശത്തും ചുറ്റുപാടുമുള്ള ഓരോ കുടുംബത്തിലും രാവിലെ 9:30 മുതൽ ആരാധന തുടങ്ങും. അടുത്തടുത്ത വീടുകളിലെല്ലാം ആരാധന കേൾക്കുന്നത് വലിയ സന്തോഷം തോന്നുന്നു. ഈ ലോക്ക്ഡൗൺ കാലം നമ്മളിങ്ങനെ ആരാധിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ രാവിലത്തെ പ്രഭാത ആരാധനകളെല്ലാം കഴിഞ്ഞ് 5:30 നാം ആയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞാനും എൻ്റെ സഭയുമായി ലൈവിൽ വരികയാണ്. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിലുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്കൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഈ ലോകം ഏതാണ്ട് വളരെ ഭയാനകമായ ഒരു നീക്കത്തിലാണ് ആയിരിക്കുന്നത്. കോവിഡിനെ കുറിച്ച് ഒരു വാക്കു പറയാത്ത ഒരു ചാനൽ പോലും അല്ലെ ഒരു പത്രം പോലും ഇല്ല. COVID-19 എന്ന് പേരുള്ള ഈ കൊറോണ വൈറസിന്റെ വ്യാപ്തി ഏതാണ്ട് 175ഓളം രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുമ്പോൾ, ലോകമനുഷ്യൻ മുഴുവൻ ഭയവിഹുലരായി നിൽക്കുമ്പോൾ, അമേരിക്കയെ പോലുള്ള ഇറ്റലിയെ പോലുള്ള വലിയ രാജ്യങ്ങൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ലോകത്തെ രാജ്യങ്ങളെ ഓർത്ത്, നമ്മുടെ ഇന്ത്യയെ ഓർത്ത്, നമ്മുടെ കേരളത്തെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യപൂർവ്വം സ്നേഹിക്കുന്ന പരിശുദ്ധനാം ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യം കൊറോണ വൈറസിന്റെ ഭീതിയിൽ ആയിരിക്കുമ്പോഴും, ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ കൊറോണ വൈറസിൽ ഭാരപ്പെടുമ്പോഴും, ഏതാണ്ട് 1.25 ലക്ഷത്തോളം ജനം ഞങ്ങളെ വിട്ട് മാറിപ്പോയപ്പോഴും ഞങ്ങളെ നടത്തിയ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഈ രാത്രിയിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം കൊള്ളുകയാണ്. വൈറസിന്റെ ഭീതിയിൽ നിന്നും അതിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് വിടിവിക്കപ്പെടുവാൻ രാജ്യത്തെ ജനങ്ങളെ ദൈവം സഹായിക്കണം. ഞങ്ങളുടെ കേരളത്തെ ഓർക്കുന്നു, ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇത് ഒരു ഉയർപ്പിന്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈസ്റ്റർ എന്ന പദവുമായി നമുക്ക് ബന്ധമില്ല. അതെന്റെ മറ്റൊരു ലൈവിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഈസ്റ്റർ എന്ന പദവുമായി നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെങ്കിലും ഉയർപ്പ് എന്ന പദവുമായി നമുക്ക് നല്ല ബന്ധമുണ്ട്. ഉയർപ്പ്, ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ലോകത്തിലുള്ള ക്രിസ്തു വിശ്വാസികൾ ഒരുമിച്ച് ആഘോഷിക്കപ്പെടുന്ന, ആനന്ദിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അത് ഡേറ്റും കാലവും ഒക്കെ തെറ്റുവോ ശരിയോ ഒക്കെ ആകട്ടെ, അതൊന്നും നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്റെ സബ്ജക്റ്റും അതല്ല. എങ്കിലും
ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് സന്തോഷിക്കുവാൻ ഇത് വകയുണ്ട്. പതിവ് പോലെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന എൻ്റെ വാഹനത്തിനകത്താണ്, വേറെ മാർഗമില്ല. എൻ്റെ വീടിനകത്ത് റേഞ്ച് വളരെ കുറവാണ്, നെറ്റ് ഒട്ടും കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിക്കുന്നത്. ദയവായി ക്ഷമിക്കുക. ഇതാകുമ്പോൾ ഇച്ചിരൂടെ സേഫാണ്. എനിക്ക് റേഞ്ച് ഉള്ളിടത്ത് കൊണ്ട് വണ്ടി ഇടാം, അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തത്. ദയവായി ക്ഷമിക്കുക. എല്ലാവരും അവരുടെ വീടുകളിലും ചർച്ചുകളിലൊക്കെയാണ് ലൈവ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് സാധ്യമല്ല. എൻ്റെ വീട്ടിലൊട്ടും റേഞ്ച് കുറവാണ്. അതുകൊണ്ട് മാത്രമാണ്. ക്ഷമിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിന്ന് കഴിഞ്ഞ രാത്രി ഓർക്കുകയായിരുന്നു, ഈ കൊറോണ എന്ന ഭീതി നിറയുന്ന രോഗം നമ്മെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസമാകുന്നു. 4 മാസമായി ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 175ഓളം രാജ്യങ്ങളിൽ പടർന്നു പന്തരിച്ച ഈ കൊറോണയെ നാം ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നു. അതിന്റെ വ്യാപ്തിയെ കുറയ്ക്കുവാൻ ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്ന അജണ്ട രൂപപ്പെട്ടു. അതിന് പ്രകാരം ലോക്ക്ഡൌൺ രൂപപ്പെട്ടു. ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ ചോദിക്കുന്നു, ഈ കൊറോണയെ ഭയപ്പെടാത്ത ഒരു കൂട്ടം ജനമുണ്ട്. ഒന്നുകൂടെ പറയാം, കൊറോണയെ പുല്ലുവില കൊടുത്ത് നിൽക്കുന്ന കുറെ ജനത്തെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓർക്കും അത് ആരാന്നല്ലേ? കൊറോണ എന്നല്ലേ COVID-19 എന്ന ഈ വൈറസിനെ ഒട്ടും പേടിയില്ലാത്ത, യാതൊരുവിധ ഭയവും അതിനോടില്ലാത്ത ഒരു കൂട്ടം ജനത്തെ എനിക്ക് പരിചിതമാണ്. വ്യക്തമാക്കാം. അവരാരൊന്ന് ചോദിച്ചാൽ, ഈ COVID-19 എന്ന രോഗത്തിന് കേൾക്കും പറയാം. COVID-19 2019 ഇത് രൂപപ്പെട്ടതും ചൈനയിലെ വുഹാനിൽ അത് രൂപപ്പെട്ട് മരണത്തിന്റെ സംഖ്യ കൂട്ടിയത് 2019. എന്നാൽ അതിനു മുമ്പ് മുതൽ തന്നെ പല മരണകരമായ വ്യാധിയും പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവരെ എനിക്കറിയാം. വ്യക്തമാണോ? ഒന്നുകൂടെ പറയാം. COVID-19 ഭയാനകമാണ്, ഭീതിജനകമാണ്, മനസ്സിലാകുന്നു എനിക്ക്. പക്ഷേ അതിലും ഭീകരമായ മരണകരമായ രോഗങ്ങളിൽ പിടിക്കപ്പെട്ട് തങ്ങളുടെ ഭവനത്തിനകത്ത് 10x10 റൂം എന്ന് പറഞ്ഞാൽ 10 അടി വീതി 10 അടി നീളമുള്ള റൂമിനകത്ത് മുകളിലൊരു കയറുമൊക്കെ കെട്ടി തൂക്കി എഴുന്നേക്കാൻ മാർഗമില്ലാഞ്ഞിട്ടേ കിടക്കുന്നതിന് മുകളിൽ ഒരു കയറൊക്കെ കെട്ടി തൂക്കി അതിൽ ഞാൻ എഴുന്നേൽക്കുകയും ബാത്റൂം വരെ പോകാൻ സാധ്യമല്ലാതെ കിടക്കയിൽ തന്നെ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാല് മുറിച്ചു കളഞ്ഞവരും ക്യാൻസർ എന്ന മഹാവ്യാധി പിടിക്കപ്പെട്ടവരും ലിവർ സിറോസിസും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറും ഒക്കെ ആയിട്ട് ലക്ഷങ്ങളുണ്ട് ഭൂമിയിൽ. അത് നമുക്കറിയോ? കൊറോണ അതൊരു ലിസ്റ്റ് എടുത്തത് കൊണ്ടാണ് ഭീതിജനകമായ. കൊറോണയ്ക്ക് ലിസ്റ്റ് ഉണ്ട്. എത്ര രാജ്യം, എത്ര പേര് മരിച്ചു, എത്ര പേർ രോഗികളുണ്ട്, ഏതൊക്കെ രാജ്യത്തുണ്ട്, എത്ര പേർ മരിച്ചു, എത്ര പേർ സൗഖ്യമായി, ഇത് കണക്കുണ്ട്. പക്ഷേ കണക്കില്ലാത്ത മരണം വിതച്ച് ഇന്നും ലോകരാജ്യങ്ങളിൽ മരണം വിതച്ച് നിൽക്കുന്ന മഹാരോഗങ്ങളുണ്ട്. എന്നാണ് മരണമെന്നറിയാതെ ക്യാൻസർ വാർഡിനകത്ത് ഭയവിഹുലരായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇന്നലെ ജനിച്ച കുഞ്ഞു മുതൽ 80, 90 വയസ്സു പ്രായമുള്ളവർ വരെ കിടക്കുന്ന അവസ്ഥ നമുക്കറിയാൻ കഴിയും. ഈ കൊറോണയുടെ പുറകെ പോയത് കൊണ്ട് അതൊക്കെ പുറകെ ആയിപ്പോയി. ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതിനാരും ലിസ്റ്റ് എടുക്കുന്നില്ല. മലയാള മനോരമ ദിനപത്രം ഇന്ന് തുറന്നപ്പോൾ കോട്ടയം എഡിഷനകത്ത് ഏതാണ്ട് 70ഓളം പേർ മരിച്ചു. അതൊന്നും കൊറോണയല്ല. അതുകൊണ്ടൊന്നും അതിനൊന്നും പ്രാധാന്യമില്ലാതായി പോയി. കോട്ടയം എഡിഷനകത്തു മാത്രം വന്നത് ഏതാണ്ട് 70-80 മറ്റു പത്രവാർത്തകളിലും മറ്റെഡിഷനുകളിലും
കേരളത്തിൽ മാത്രം മരിച്ചവരുടെ കണക്കെടുത്താൻ ഞെട്ടും. അത് കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും മരിച്ചവരുടെ കണക്കെടുത്താൽ കൊറോണയ്ക്ക് മുകളിൽ ചെല്ലും. കൊറോണ താഴെ. അമേരിക്കയിലെ ന്യൂയോർക്ക് വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഇറ്റലി പിടിച്ചു. വുഹാൻ പിടിച്ചു. മാധ്യമങ്ങളിൽ വാർത്ത പിടിച്ചുയരുമ്പോഴും ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ പോലും അതിനേക്കാൾ ഭയാനകമായ നിലയിൽ മരണം വരുന്നുണ്ടെന്ന കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാമല്ലോ. ആരും മൈൻഡ് ചെയ്യുന്നില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ചില നിമിഷങ്ങൾ തിരുവചനം പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിക്കാനിടയായി. പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ചെല്ലാനോ പ്രാർത്ഥിക്കാനോ കഴിയാത്ത സ്ഥിതി ആയതുകൊണ്ട് ഫോൺ ബന്ധങ്ങളിലൂടെയാണ് പല മീറ്റിങ്ങുകളും നടക്കപ്പെടുന്നത്, പല പ്രാർത്ഥനകളും നടക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരായിരിക്കുന്ന ഭീതിജനകമായ അവസ്ഥ. 4 മാസം പ്രായമുള്ള കുഞ്ഞ് ക്യാൻസർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന കരയുന്ന അപ്പൻ എന്നെ വിളിച്ചു. കർണാടക സ്റ്റേറ്റിൽ ജോലിക്ക് പോയൊരു മനുഷ്യൻ പറമ്പിൽ പണി ചെയ്തുകൊണ്ടിരിക്കെ ചെരുപ്പൂരിയിട്ട് പണി ചെയ്യവേ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൊത്തിക്കിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിൽ എന്തോ കൊണ്ടു. അത് ഊരിയെടുത്തു. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. കർണാടകയില് മലയാളിയെ ആള് കൊണ്ടുവന്ന് ആ മുള്ളും പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത്, ചില മാസങ്ങൾക്ക് മുമ്പ് ആരോ തല്ലിക്കൊന്ന ഒരണലി, അണലിയുടെ വായിലെ പല്ലുകൊണ്ട് കാലിൽ മുറിവുണ്ടായി. അത് പഴുത്ത് പൊടിയാൻ തുടങ്ങി. കാല് പൊടിഞ്ഞു പോവുകയാ. നോർത്ത് നോക്കിയ കൊറോണയല്ല, കാല് പൊടിയുകയാ. മാംസം ഉണങ്ങി കരിഞ്ഞിട്ട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാ. അത് കാലിന്റെ മുള്ളുകൊണ്ട സ്ഥലം മുതൽ മുകളിലോട്ട് കയറാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ലൈവിൽ വന്ന് എന്നെ കാട്ടി, പാസ്റ്റർ ഇതാണ് എന്റെ സബ്ജക്ട്. ഓർത്ത് നോക്കി, ഇതൊന്നും കൊറോണയല്ല. ഒരാഴ്ചയിലും ഒരു മാസത്തിലും പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്നവരുടെ ലിസ്റ്റ് തന്നെ ഭയാനകമാ. അവൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഭയാനകമാ. ഇതൊന്നും കൊറോണക്കാരല്ല. ഞാൻ കൊറോണയുടെ കാര്യമല്ല പറയുന്നത്. എന്റെ മുമ്പിൽ വന്ന വിഷയങ്ങളൊന്നും കൊറോണക്കാര് വന്നില്ല. കൊറോണ വന്ന് പ്രാർത്ഥിക്കാൻ ഗൾഫിൽ നിന്ന്, ദുബൈയിൽ നിന്ന് ഒരു 3-4 പേരും, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കുറച്ചു പേര് മാത്രമേ ഈ കൊറോണ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ എന്റെ മുമ്പിൽ വിഷയം തന്നുള്ളൂ. ചില രാജ്യത്തിൽ കുറച്ചു പേര് മാത്രം. പക്ഷേ മറ്റെന്റെ മുൻപിൽ വന്ന 97% മരണകരമായ മറ്റു കാരണങ്ങളായിരുന്നു, കൊറോണയല്ല. നാം എല്ലാം കൊറോണയുടെ പുറകെ ആയതുകൊണ്ട് ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. കൊറോണയിൽ മരിച്ചവരുടെ 3-4 മടങ്ങാണ് മറ്റു വ്യാധികളിൽ മരിക്കുന്നവർ. ക്യാൻസറും ലിവർ സിറോസിസും അതുപോലെ തന്നെ മറ്റു തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടന്ന് അങ്ങനെയൊക്കെ ഒരുപാട് രോഗികൾ നമ്മെ അറിയുന്നവരുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കെല്ലാം അനുഗ്രഹമേകുന്ന ഒരു തിരുവചനവുമായി ഇന്ന് രാത്രി നിങ്ങൾക്കൊപ്പം ഞാനായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്ത് വേഗത്തിൽ പ്രാർത്ഥിച്ചു പിരിയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി എനിക്ക് തന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായമാണ്. അതിന്റെ 1-ാം വാക്യം ഞാൻ വായിക്കാം. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചു. തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹെരോദാവ് അവനെ ജനത്തിനു മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു.
വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിന്റെ വിലാപ്പുറത്തു തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. അങ്ങനെ അവന്റെ ചകയിൽ നിന്നും ചെങ്ങല വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവെന്നറിയാതെ താൻ ദർശനം കാണുന്നു എന്നവൻ നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പവാതിൽ അവർക്ക് സ്വയമേ തുറന്നു കൊടുത്തു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് തന്റെ ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ശിഷ്യഗണങ്ങളിൽ പത്രോസ് എന്ന് പറയുന്ന ഭക്തന്റെ ജീവിതത്തിലെ ഒരു നിങ്ങളുമായി വരച്ചു കാട്ടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസ് എന്ന അഭിഷിക്തനെ നമുക്കറിയാം. വളരെ പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ നിങ്ങൾ എന്റെ കൂടെ വരണം. നമുക്കൊരുമിച്ച് ചെറിയൊരു യാത്ര പോകാം. പത്രോസുമായി കാരാഗ്രഹത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ തിരുവചനം ശ്രവിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ വായിക്കുന്നത് പത്രോസിന് രോഗപരമായ വിഷയങ്ങളൊന്നുമില്ല, മരണകരമായ രോഗങ്ങളൊന്നുമില്ല. ക്യാൻസർ ഇല്ല, ലിവർ സിറോസിസ് ഇല്ല, കൊറോണ ഇല്ല, മറ്റ് യാതൊരുവിധ രോഗങ്ങളും പത്രോസിനില്ല. ലിസൺ, എന്നെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായി കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ ഭക്തൻ അതാണ് പത്രോസ്. എന്ത് ചെയ്യാനും തയ്യാറാ, കടലിൽ ഇറങ്ങാനും പ്രൈസലോ എന്തിനും റെഡിയാ. കർത്താവ് എന്ത് പറഞ്ഞാലും ചെയ്യും. ഇച്ചിരി എരിവുകാരനായ പത്രോസ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. പത്രോസിന്റെ വിഭിന്നമായ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പത്രോസിനെ ഇപ്പോൾ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. യേശുക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രിയമായി. ഹെരോദാവിന് മനസ്സിലായി ശിഷ്യന്മാരെ ഓരോന്നിനെ കൊന്നാ മതി, ഇവർക്ക് താല്പര്യം കൂടും. അങ്ങനെ യാക്കോബിനെ പിടിച്ചങ്ങോട്ട് കൊന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു വാർത്ത വളരെ ദേശത്ത് വ്യാപൃതമായി. ഇത് വ്യാപിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമായി. യേശുവിന്റെ ശിഷ്യന്മാരെ ഒന്നൊന്നായി കുറയ്ക്കുക. ലിസൺ, ശ്രദ്ധിക്കണം. അങ്ങനെ യാക്കോബിനെ കൊന്നു, കൊണ്ടടക്കി. കൂടെ വരണേ. സഭയിൽ കഴിഞ്ഞ ദിവസം മരിച്ചതുള്ള ഒരാൾ മരിച്ചു. ആരാ? യാക്കോബ് മരിച്ചു. യാക്കോബിനെ അടക്കി. സഭ പച്ചമണ്ണുണങ്ങുന്നതിന് മുമ്പേ അടുത്തയാളെ പിടിച്ചു. അയാളുടെ പേര് പത്രോസ്. കൊള്ളാം, നല്ലയാളെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് അടച്ചു. 2 പടയാളികളുടെ മധ്യത്തിൽ പത്രോസിനെ കൊണ്ടു നിർത്തി. അങ്ങനെ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. എന്തോ ഇപ്പത്തെ പ്രശ്നം, അവർക്ക് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവരെ കൊല്ലാൻ. ഇപ്പൊ കൊല്ലാൻ പറ്റുകയില്ല. അപ്പൊ ഇത് കഴിയുമ്പോ ജനത്തിനു മുമ്പിൽ നിർത്തുക, യാക്കോബിനെ കൊന്നതുപോലെ തന്നെ കൊല്ലുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതിൻ പ്രകാരം അവർ കാര്യമെല്ലാം ക്രമീകരിച്ച്, നമുക്കറിയാം ഈ അറവുമാടിനെ നിർത്തുന്ന പോലെ, ഇന്നലെ രാത്രി നിർത്തിയോ എനിക്കറിയില്ല, ഈ ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ അറവുമാടിനെ നിർത്തും. കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് ഇഷ്ടമുള്ള ഫുഡൊക്കെ കൊടുത്ത് നാളെ ഇറക്കാനുള്ളതാ. നാളെ കശാപ്പ് എന്ന പേരിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ഞങ്ങളുടെ അവിടെ റബ്ബർ തോട്ടമുണ്ട്. റബ്ബർ തോട്ടത്തിൽ കൊണ്ട് എരുമേനെയും പശുവിനെയൊക്കെ കിട്ടും. ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളിയാണ് ഈ കശാപ്പുകാരൻ. അപ്പൊ അദ്ദേഹം തലേദിവസം കൊണ്ട് അവിടെ നിർത്തി എല്ലാത്തിനെയും കെട്ടിയിട്ട് എന്തിനാ നാളത്തിന് കൊല്ലാനുള്ളതാ എന്ന് പറഞ്ഞ പോലെ പത്രോസിനെ നിർത്തിയിരിക്കുക. എന്തിനാ? നാളെ കൊല്ലാനാ. അപ്പൊ ഇപ്പൊ പത്രോസിന് മുമ്പിൽ മരണമുണ്ട്. പത്രോസിന് മുമ്പിൽ ഒരു മരണമുണ്ട്. മരണം വെയിറ്റിംഗിലാണ്. പത്രോസ് വെയിറ്റിംഗിലാണ്. മരണത്തിൽ പത്രോസ് വെയിറ്റിംഗിലാ. ഇവിടെ പത്രോസിനെ ബാധിച്ചിരിക്കുന്നത് ഒരു രോഗമല്ല. മരണകരമായ രോഗങ്ങൾ പത്രോസിനില്ല. ലിസൺ, എന്നെ ശ്രദ്ധിക്കണം. ഒരു ഹാർട്ട് അറ്റാക്ക് പത്രോസിനില്ല. കിഡ്നി ഫെയിലിയർ ആയിട്ടില്ല. ക്യാൻസർ ഇല്ല. കൊറോണ ഇല്ല. അല്ലെങ്കിൽ ഈ ലോകത്തിൽ മരിക്കത്തക്ക യാതൊരു രോഗങ്ങളും പത്രോസിനില്ല. പക്ഷേ പത്രോസ് മരിക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട്.
മരണം വെയിറ്റിംഗിലായവർ. ഒരു കാരണവുമില്ല. കഴിഞ്ഞ ദിവസം പത്രവാർത്തയിൽ കേട്ടില്ലേ, ഒരമ്മ കാമുകന്റെ കൂടെ ഒളിച്ചോടേണ്ടതിന് ഒരു പിഞ്ചു ബാലകനെ കരിങ്കൽ കൂട്ടത്തിൽ എറിഞ്ഞു കൊന്നു. ആ കുഞ്ഞറിഞ്ഞോ ഞാൻ മരിക്കാൻ പോവാന്ന്? അറിഞ്ഞില്ല. അമ്മ മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് കുഞ്ഞറിഞ്ഞോ? ഇല്ല. തലേ ദിവസം വൈകിട്ടും അമ്മയുടെ മാറിൽ പാൽ ചുരന്ന് കിടന്ന കുട്ടി രാവിലെ അറിഞ്ഞത് താൻ മരിക്കാൻ പോവുകയാണെന്ന്. കൂട്ടിയിട്ട കരിങ്കൽ ചീളുകൾക്ക് നടുവിലേക്ക് ആ പിഞ്ചു ബാലകനെ വലിച്ചെറിഞ്ഞു. ചോദ്യം, അവൻ എന്തെങ്കിലും രോഗം ഉണ്ടായിരുന്നോ? ആ പിഞ്ചു ബാലകന് മഞ്ഞപ്പിത്തമോ കൊറോണയോ ഹാർട്ട് രോഗങ്ങളോ കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ വാൽവിന് തകരാറോ എന്തേലും ഉണ്ടായിരുന്നോ? ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ മരണത്തിന് ഇതൊന്നും വിഷയമല്ല. മരണത്തിന് ഒന്നും വിഷയമല്ല. കണ്ടോ, ഒരു രോഗമില്ല. ആ ബാലകൻ പിറ്റേ ദിവസം രാവിലെ പത്രവാർത്തകളിലും മീഡിയകളിലും തരംഗമായി. അവൻ വൈറലായി. എങ്ങനെ അവൻ മരിച്ചു? എങ്ങനെ? എന്ത് രോഗം? ഒരു രോഗവുമില്ല. ഒരു രോഗവുമില്ല, പക്ഷെ അവൻ മരിച്ചു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പത്രോസ് വെയിറ്റിംഗില്ല. എന്താ രോഗം? ഒന്നുമില്ല. എന്താ മരണകാര്യം? ഒരു കാരണവുമില്ല. എന്താ പ്രശ്നം? ഒരു വിഷയവുമില്ല. പിന്നെന്താ വിഷയം? ഹെരോദാവിന് അങ്ങനെ തോന്നുക. എന്തായിക്കോട്ടെ, മരണം പത്രോസിന്റെ മുൻപിൽ നിൽക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുകയും എനിക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ചിട്ട് തിരുവചനത്തിലേക്ക് ഓടി വരാം. പത്രോസ് മരണത്തിന് മുമ്പിൽ നിൽക്കുന്നു. മരണവും പത്രോസും തമ്മിൽ ഏതാണ്ട് ഒരു ദിവസം മാത്രം ദൂരം. തൊട്ടടുത്ത ദിവസം പ്രൈസ് ദി ലോർഡ്, മരണം പത്രോസിനെ പിടിക്കും. മരണത്തിനും പത്രോസിനും ഇടയ്ക്ക് ഒരു ദിവസം മാത്രം. ലിസൺ, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ദിവസത്തെ ഇടവേളയിൽ പത്രോസും മരണവും തമ്മിൽ വെയിറ്റിംഗിലാണ്. നാളെ പ്രഭാതത്തിൽ, നാളെ നേരം വെളുക്കുമ്പോൾ പത്രോസ് കൊല്ലപ്പെടും. യാക്കോബിനെ കൊന്ന വാളുകൊണ്ട് പത്രോസും മരണപ്പെടും. അർത്ഥം, ഒരു കാരണമില്ലാതൊരു മരണം പത്രോസിന്റെ കുടുംബത്തിൽ കയറി നിൽക്കുന്നു. നാളെ രാവിലെ പത്രോസിന്റെ ഭാര്യ വിധവയാകും. ലിസൺ, എല്ലാം ശ്രദ്ധിക്കണം. പത്രോസിന്റെ ഭാര്യ നാളെ രാവിലെ വിധവയാകും. നീ വിധവയുടെ ലിസ്റ്റിൽ കയറും. എന്റെ കൂടെ വരണം നിങ്ങൾ. ഹേ ഭാര്യയെ, പ്രിയ സഹോദരി, പത്രോസിന്റെ ഭാര്യയോട് ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, നാളെ രാവിലെ നീ വിധവയാകും. എന്താ കാരണം? ഒരു കാരണവുമില്ല. ഒരു കാരണവുമില്ല. അയ്യോ, എന്റെ ഭർത്താവിന് രോഗമൊന്നും ഇല്ലല്ലോ, മരണപ്പെടുന്ന ഒരു രോഗവും ഇല്ലല്ലോ, പക്ഷെ കൊല്ലും. നാളെ രാവിലെ നീ വിധവയാകും. പത്രോസിന്റെ അമ്മായിയമ്മേ, നിങ്ങളുടെ മരുമകൻ നാളെ കൊല്ലപ്പെടും. ഹല്ലേലൂയ. ഒരു കാരണവുമില്ലാതൊരു മരണം, വീട്ടിലേക്ക് മരണം കയറാൻ പോവാ. ഒരു കാരണവുമില്ലാതൊരു വീട്ടിലേക്ക് മരണം കയറുന്ന അതിനിഷ്ഠൂരമായ ഒരു കാഴ്ചയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഒരു കാരണവുമില്ല, രോഗമില്ല, ദുഃഖമില്ല, ഭാരമില്ല, ഒന്നുമില്ല. ഒരു കാരണവുമില്ല, പക്ഷെ നാളെ രാവിലെ മരിക്കും. എന്താ കാരണം? എഴുതിയിട്ടുണ്ട്. കാരണം എഴുതിയിട്ടുണ്ട് 12-ാം അധ്യായത്തിൽ. ആ കാലത്ത് ഹെരോദ രാജസഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. കണ്ട, കർത്താവിനെ അറിഞ്ഞതിന്റെ പേരില്ല പ്രശ്നം. ദൈവത്തെ അറിഞ്ഞതിന്റെ പേരിൽ സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. വെളിയിൽ ഒരു കുഴപ്പമില്ല, വെളിയിൽ ഒരു പ്രോബ്ലവും ഇല്ല. സഭയിൽ കേട്ടോ, ദൈവത്തെ അറിയുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ, ദൈവത്തെ സ്തുതിക്കുന്നവനെ, ദൈവത്തെ പുകഴ്ത്തുന്നവനെ നേരെ കൈനീട്ടുന്ന ഹെരോദാവ്. വേറെ ആർക്കും പ്രോബ്ലം ഇല്ല. കണ്ടോ, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അപ്പൊ പീഡനം എവിടെയുള്ളൂ? സഭയിലേ ഉള്ളൂ, വെളിയില്ല. കണ്ടോ വിഷയം? കണ്ടോ? വ്യക്തമാക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെ യൂദായുടെ കൈകളാൽ പിടിക്കപ്പെട്ട് ഒറ്റുകൊടുത്ത യൂദയാൽ പിടിക്കപ്പെട്ട കർത്താവ് ഹെരോദാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തപ്പെടുന്ന സമയത്ത് ബറബാസ് എന്ന കുറ്റവാളിയെ പിടിച്ചുകൊണ്ട് നിർത്തി. ഒരു സ്ഥലത്ത് യേശുവും മറ്റു ഭാഗത്ത് ബറബാസും. ചോദിച്ചു, നിങ്ങൾക്ക് ആരെ വേണം? പീലാത്തോസിന് ആരെ വേണം? ഒട്ടും മടിയില്ലാതെ, ചിന്തിക്കാതെ, കമ്മിറ്റി കൂടാതെ, ഒന്നാലോചിക്കാതെ പോലും ജനം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. കണ്ട, ബറബാസിനെ മതി.
യേശുവിനെ വേണോ ബറബാസിനെ വേണോ? പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ വീതികളിൽ പ്രകമ്പനം മുഴക്കിക്കൊണ്ട് ശബ്ദമുയർന്നു, നിങ്ങൾക്ക് യേശുവിനെ വേണോ ബറബാസിനെ വേണോ? നീതിന്യായ കോടതി വിളിച്ചു ചോദിച്ചപ്പോൾ റെഡി 1 2 3 എന്ന് പോലും ആരും പറയാതെ ഒറ്റ സ്വരത്തിൽ ഒറ്റ വാക്കിൽ ജനം അലമുറകിട്ട്, അവിടെ വാക്യം നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ബറബാസിനെ മതി. കണ്ടോ, ഇവിടെ തകരാൻ പോകുമ്പോഴും ബറബാസിനെ മതി. ലോകത്തിന് ബറബാസിനെ മതി. അതിനിഷ്ഠൂരനായ ബറബാസിനെ മതി. കവർച്ചക്കാരനായ ബറബാസിനെ മതി. മാനഭംഗപ്പെടുത്തിയ ബറബാസിനെ മതി. കണ്ടോ, അമ്മയ്ക്കും പെങ്ങൾക്കും വീട്ടിനകത്ത് കിടക്കാൻ കഴിയാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ബറബാസിന് ഇന്നും വാല്യുവാ. ഇന്നും ബറബാസിനാ വില. അഭിഷിക്തന് വിലയില്ല. അഭിഷിക്തനെ വേണ്ട. പക്ഷെ ഇന്ന് രാത്രി അഭിഷിക്തൻ ആരാന്ന് ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാ. വളരെ പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ എന്നെ കേൾക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുക. നമ്മളെല്ലാരും കൈവിടും, ലോകരെല്ലാം കൈവിടും. പ്രൈസ് ദി ലോർഡ്. കേൾക്കാം, അല്പസമയം എന്റെ കൂടെ വാ. പത്രോസിനെ മരിക്കാൻ നിർത്തിയിരിക്കുക, കൊല്ലാൻ നിർത്തിയിരിക്കുക. പക്ഷെ അന്ന് രാത്രിയിൽ കാരാഗൃഹത്തിനകത്തേക്ക് ഒരു വെളിച്ചം ഇറങ്ങി വന്നു. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാ. വെളിച്ചം ഇറങ്ങി വന്ന വെളിച്ചം ഉറ്റുനോക്കിയപ്പോൾ ഒരു ദൂതന്റെ രൂപം. ഇറങ്ങി വന്ന ദൂതൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കണം. വളരെ ശ്രദ്ധിക്കണം, വേഗം എഴുന്നേക്കണം. അവന്റെ വസ്ത്രം മുറുക്കി, ചെരുപ്പിട്ടു, വേഗം ഒരുങ്ങി, പുറകെ വരാൻ പറഞ്ഞു. പുറകെ വന്നു. ഞാനൊന്ന് വായിക്കുകയാണേ. പുറകെ വരാൻ പറഞ്ഞു. ലിസൺ, എന്നെ ശ്രദ്ധിച്ചോണം. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ചങ്ങല കയ്യിൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പൊതിച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. ദൂതൻ മുഖാന്തരം മുമ്പോട്ട് പോകവേ 1-ാം കാവലും 2-ാം കാവലും കടന്നു. അടുത്ത വാക്യം, പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി അത് അവർക്ക് സ്വയവേ തുറന്നു. കൂടൊന്ന് വരണേ. പ്രൈസ് ദി ലോർഡ്. ഇനി എന്റെ മെസ്സേജിന്റെ ഭാഗത്തേക്ക് വരികയാ. പത്രോസിനെ വിടിവിക്കുവാൻ ദൂതൻ വന്നു. ദൂതൻ പത്രോസിനെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗം ഞാൻ ഈ വായിച്ചേ. വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗമാ, അകത്തോട്ട് വന്ന ഭാഗമല്ല. അകത്തൊരു വെളിച്ചമായി വന്ന ദൂതൻ പത്രോസിന്റെ അടുത്ത് വന്നു. ചെരുപ്പിടുക, വസ്ത്രം ധരിക്കുക, പുതപ്പ് പുതയ്ക്കുക, എന്റെ പുറകെ വരിക വന്നു. 1-ാം വാതിൽക്കൽ ചെന്നപ്പോൾ അത് അവർക്ക് മുമ്പിൽ തുറന്നു. 2-ാമത്തെ വാതിൽക്കൽ ചെന്നപ്പോൾ അത് അവർക്ക് തുറന്നു. പട്ടണത്തിന്റെ വെളിയിലേക്ക് പോകുന്ന ഇരുമ്പ് വാതിൽക്കൽ ചെന്നപ്പോൾ അതും തുറന്നു. അപ്പോൾ എന്റെ ചിന്ത, എന്റെ കൂടെ വരണം നിങ്ങൾ. എന്റെ ചോദ്യം, അപ്പൊ ദൂതൻ ഇങ്ങോട്ട് വരാനോ? എന്റെ ചോദ്യം, പത്രോസിനെയും കൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴാണ് വാതിൽ തുറന്നത്. ദൂതൻ അകത്തോട്ട് വരുമ്പോഴല്ല. വൺസ് അഗൈൻ ഒന്നുകൂടെ പറയാം. ദൂതൻ അകത്തോട്ട് വരാൻ ഇരുമ്പ് വാതിൽ തുറന്നില്ല. 1-ാം വാതിലും 2-ാം വാതിലും തുറക്കാതെ ദൂതൻ അകത്തു വന്നു. അപ്പൊ വരും വ്യക്തമായി, ഒരു ദൂതൻ അകത്തു വരാൻ ഡോറ് വിഷയമല്ല. കൂടെ വരണം. ഇരുമ്പ് വാതിൽ വിഷയമല്ല. അടച്ചിട്ട വാതിൽ വിഷയമല്ല. മനസ്സിലായല്ലോ? ഓക്കെ. ഇങ്ങോട്ട് കയറി വന്ന ദൂതൻ തിരിച്ചു പത്രോസിനെയും കൊണ്ട് പുറത്തോട്ട് പോകുമ്പോൾ 1-ാം വാതിൽ തുറക്കണം, 2-ാം വാതിൽ തുറക്കണം, ഇരുമ്പ് വാതിൽ തുറക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലായ കാര്യം, ദൂതൻ ഇറങ്ങിപ്പോകാൻ വാതിൽ വിഷയമല്ല. 1-ാം വാതിലും വിഷയമല്ല, 2-ാം വാതിലും വിഷയമല്ല, 3-ാം വാതിലും വിഷയമല്ല. പിന്നെ ആർക്കാ അത് വിഷയം? പത്രോസിന് വിഷയമാ. കിട്ടിയ? പത്രോസിന് വിഷയ. കാരണം പത്രോസ് മനുഷ്യനാ. കൂടെയുണ്ടോ? പത്രോസിന് അത് വിഷയമാ. അപ്പൊ പത്രോസ് പുറത്തിറങ്ങണമെങ്കിൽ വാതിൽ തുറക്കണം. ദൂതൻ ഇറങ്ങാൻ വേണ്ട.
ദൂതന് പുറത്തു പോകാൻ വാതില് വിഷയമല്ല. എന്നാൽ പത്രോസിന് പുറത്തു പോകണമെങ്കിൽ വാതില് വിഷയമാണ്. വ്യക്തമായോ? എന്നാ കൂടെ വാ. ദൂതൻ പത്രോസിനെയും കൊണ്ട് വെളിയിലേക്ക് പോകുമ്പോൾ വാതിൽ തുറന്നു. കാരണം പത്രോസ് മനുഷ്യനാ. ഒരു മനുഷ്യന് വെളിയിലേക്ക് പോകണമെങ്കിൽ വാതിൽ തുറക്കണം. രണ്ടാമത്തെ വാതിൽ തുറന്നു. ആർക്ക് വേണ്ടി? ദൂതന് വേണ്ടിയല്ല, പത്രോസിന് വേണ്ടി. കൂടെയുണ്ടോ? പത്രോസിന് വേണ്ടി രണ്ടാം വാതിൽ തുറന്നു. മൂന്നാം വാതിലും തുറന്നു. ആർക്ക് വേണ്ടി? പത്രോസിന് വേണ്ടി, ദൂതന് വേണ്ടിയല്ല. ദൂതന് വാതിൽ വിഷയമല്ല. കാരണം എങ്ങനെ മനസ്സിലായി? അങ്ങോട്ട് പോയപ്പോ വാതിൽ തുറന്നില്ല. അകത്ത ഉള്ളറയ്ക്കകത്ത് കിടക്കുന്ന പത്രോസ് കിടക്കുന്ന കാരാഗ്രഹത്തിനകത്ത് ചെല്ലാൻ ദൂതന് വാതിൽ തുറന്നിട്ടേ ഇല്ല. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഈ വാതിലെല്ലാം തുറന്നാ വരുന്നേ. അപ്പൊ എന്ത് മനസ്സിലായി? ദൂതന് പോകാനും വരാനും വാതിൽ വേണ്ട, എന്നാൽ മനുഷ്യന് പോകാനും വരാനും വാതിൽ വേണം. വ്യക്തമായല്ലോ? ഇനി വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. തിരുവചനത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുക. ലിസൺ, ശ്രദ്ധിച്ചാട്ടെ. ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. ലൈവാണേ. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ കയറിയിരുന്നു. അവന്റെ രൂപം മില്ലനിലൊത്തതുമണം, അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായിരുന്നു. കാവൽക്കാർ അവനെ കണ്ടു പേടിച്ചു വിറച്ചു മരിച്ചവനെ പോലെയായി. സ്ത്രീകൾ ഇതിനോട് ദൂതൻ, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അവൻ ഇവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. ഇനി ഈ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഉയർപ്പിന്റെ പ്രഭാതം വളരെ അനുഗ്രഹത്തോടെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചനത്തിലേക്ക് വരികയാണ്. ലിസൺ, ഈ വാക്യം വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും. ഇത് മത്തായി സുവിശേഷ. 3 സുവിശേഷത്തിലുണ്ട്, മത്തായി, മർക്കോസ്, ലൂക്കോസ്. എന്നാൽ അത് ലൈവായിട്ട് എഴുതിയ മത്തായിയാ. മറ്റവർ സംഭവിച്ച കാര്യങ്ങളാ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ സ്ത്രീകൾ വരുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു, ദൂതൻ ഇറങ്ങുന്നു. ഇത് ലൈവാ. അത് ഞാൻ എടുക്കുക. മറ്റു ഭാഗം ഇവിടെ കിടക്കട്ടെ, ഈ ഭാഗം എടുക്കാം. ഇവര് വന്ന് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി വരുന്നു. ആ കല്ലുരുട്ടി മാറ്റുന്നു. കല്ലുരുട്ടി മാറ്റുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചോണേ, ഞാൻ ഒന്നുകൂടെ നിങ്ങളെ വ്യക്തമാക്കാൻ വായിക്കുക. കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും ഉടുപ്പ് ഹിമം പോലെയുമായിരുന്നു. കാവൽക്കാർ അവനെ വെളിയിൽ നിന്ന് കാവൽക്കാർ കണ്ടു പേടിച്ചു മരിച്ചവരെ പോലെയായി. യേശുവിനെ കുറിച്ച് അവരോട്, അവൻ ഇവിടെയില്ല. ചോദ്യം, ഈ കല്ല് എന്തിനാണ് മാറ്റിയത്? 28-ാം അധ്യായത്തിൽ മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും കല്ലറയുടെ മുമ്പിൽ വന്നപ്പോൾ ദൂതൻ ഇറങ്ങി വരുന്നു, കല്ലുരുട്ടി മാറ്റുന്നു, അതിന്മേൽ കയറിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അവൻ ഇവിടെയില്ല, കയറി നോക്കിക്കോ, അവൻ ഇവിടെയില്ല. എന്റെ ചോദ്യം, ഈ കല്ലുരുട്ടി മാറ്റിയത് യേശുവിന് പുറത്തിറങ്ങാനല്ല. കാരണം മനുഷ്യ ശരീരം വിട്ട് ഉയർപ്പിന്റെ ശരീരം പ്രാപിച്ച കർത്താവിന് കല്ലൊരു സബ്ജക്റ്റേ അല്ല. മുമ്പ് ഞാൻ പറഞ്ഞു, ദൂത തുല്യരായി കഴിഞ്ഞാൽ മനുഷ്യർക്ക് വെളിയിൽ വരണമെങ്കിൽ കല്ലു മാറ്റണം. ഒന്നുകൂടെ വ്യക്തമാക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കല്ലറയിൽ നിന്ന് വെളിയിൽ വരുന്ന ലാസറിന് വേണ്ടി കല്ലുരുട്ടി മാറ്റി. അതെന്തിനാ? ലാസറിന് വെളിയോട്ട് വരാനാ. അവൻ മനുഷ്യനാ, ഉയർപ്പിന്റെ ശരീരമല്ല. ഞാനും നിങ്ങളും ജീവിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു മനുഷ്യ ശരീരത്തിലാണ് ലാസർ പുറത്തു വരുന്നത്. അതുകൊണ്ട് ലാസർ പുറത്തു വരണമെങ്കിൽ കല്ലറ തുറക്കണം, കല്ല് മാറ്റണം. എന്നാൽ യേശു വന്നത് ഞാനും നിങ്ങളും പ്രാപിച്ച മനുഷ്യ ശരീരത്തിലല്ല, ഉയർപ്പിന്റെ ശക്തിയിലാണ്. അപ്പോൾ സത്യത്തിൽ
ഈ കല്ലറ തുറക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നത്, ഈ കല്ലറ തുറന്നപ്പോൾ യേശു പുറത്തു വന്നു എന്ന് യാതൊരു തെളിവില്ല. വ്യക്തമാണോ? ഈ കല്ലറ തുറന്നത് യേശു പുറത്തു വരാനല്ല. കാരണം ആ വാക്യത്തിലൊന്നും യേശു പുറത്തു വന്നതായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. ഈ കല്ലറ തുറന്നു, ദൂതൻ കല്ലറ തുറന്നപ്പോൾ യേശു അകത്തുനിന്ന് പുറത്തോട്ട് വന്നു എന്നല്ല വാക്യം. തുറന്നപ്പോൾ തന്നെ അതിനകത്ത് യേശുവില്ല. അതിന്റെ അർത്ഥം യേശു ഓൾറെഡി ഉയർക്കപ്പെട്ട് കഴിഞ്ഞു. എന്നോട് പറയണേ, പിന്നെന്തിനാണ് ഈ കല്ലറ തുറന്നത് എന്ന് ചോദിച്ചാൽ, ഇതാണ് എന്റെ മെസ്സേജ്. എന്തിനാണ് യേശുവിന്റെ കല്ലറ തുറന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തമാക്കാം. വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അകത്തേക്ക് കയറാനാണ്. ഒന്നുകൂടെ പറയാം, അകത്ത് കിടക്കുന്ന യേശുവിന് വെളിയിലോട്ട് ഇറങ്ങാനല്ല, പ്രത്യുതാൽ വെളിയിൽ നിൽക്കുന്ന മക്തലക്കാരത്തി മറിയയ്ക്കും ശേഷമുള്ള മറിയയ്ക്കും കൂടെയുള്ള മനുഷ്യർക്ക് മുഴുവൻ അകത്ത് ചെന്ന് യേശു അവിടെ ഇല്ല എന്ന് കണ്ട് തൃപ്തിപ്പെടേണ്ടതിനും വെളിപ്പെടേണ്ടതിനുമാണ് ആ കല്ലറ തുറന്നത്. അതിന്റെ അർത്ഥം യേശു ഉയർക്കപ്പെടാൻ കല്ലറ സബ്ജക്റ്റ് അല്ല. കൂടെ വരണം. യേശുവിന് ഉയർക്കാൻ കല്ലറ വിഷയമല്ല. യേശുവിന് ഉയർക്കപ്പെടാൻ കല്ലറ വിഷയമല്ല. യേശു ഉയർക്കാൻ ദൂതൻ ഇറങ്ങി വരേണ്ട ആവശ്യമില്ല. യേശു ഉയർക്കപ്പെടാൻ ഒരു ഭൂകമ്പം സൃഷ്ടിക്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അതിനു മുമ്പേ യേശു ഉയർക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി ചില ചിന്തകൾ ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രി ഉയർപ്പിന്റെ പ്രഭാതമായിരുന്നു. ഇന്ന് പകൽ ഉയർക്കപ്പെട്ട യേശുവിനെ പ്രകീർത്തിക്കുന്ന പാട്ടുകളും ശുശ്രൂഷകളും മെസ്സേജുകളും ഈ പ്രഭാതത്തിൽ ഒരുപാട് കേൾക്കുവാനിടയായി തീർന്നു. ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ കേൾക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ നന്നായിട്ട് അറിയാം എന്താണ്, എങ്ങനെയാണ് പറയാം. കർത്താവായ യേശു ക്രിസ്തു കൊല്ലപ്പെടുകയായിരുന്നല്ലേ? നമുക്കറിയാം. എല്ലാരും പറയും, കർത്താവ് എനിക്ക് നല്ല മരണം തരണം, അല്ലേ? ഇത് നല്ല മരണം തരണേ. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ അല്ല, സോറി, ഒരുമാതിരിപ്പെട്ട ജനമെല്ലാം പറയും നല്ലൊരു മരണമാണ് ഏറ്റവും വലുതെന്ന്. എന്താണ് ഈ നല്ല മരണം? ചിലർ പറയാം കിടക്കാതെ അങ്ങ് മരിക്കണം. ചിലർ പറയും കിടക്കാതെ മരിക്കുന്നതാ നല്ല മരണം. സോറി, ഭയങ്കരമായി കിടക്കാതെ മരിക്കുന്നതാ നല്ല മരണം. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ചിലരെ പറയാൻ, ആരെയും മക്കളെ ഒന്നും ബുദ്ധിമുട്ടിക്കരുത്, ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത്, ഭർത്താവിന് നല്ല മരണം. അവർ കണ്ടു നല്ല മരണം, അതാ ഓക്കെ, നല്ല മരണം. പിന്നെ നല്ല മരണം എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യുന്നത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. ആയിക്കോട്ടെ. പിന്നെ പറയാറുണ്ട് നല്ല പുരോഹിത ശുശ്രൂഷ കിട്ടണം, നല്ല പുരോഹിത ശുശ്രൂഷ കിട്ടണം. അത് നല്ല കാര്യം, ഞാനൊന്നും എതിർക്കുന്നില്ല. നല്ലൊരു ദൈവദാസൻ, ഇപ്പൊ ഒരു വിശ്വാസിയാണ് പറയുന്നത്, നല്ലൊരു ദൈവദാസനെ കൊണ്ടൊരു ശുശ്രൂഷ കിട്ടണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലർ പറയത്തില്ലേ, ചിലരെ കൊണ്ട് കുഴിച്ചു വെച്ച ചില ചെടിയൊക്കെ കിളുക്കും എന്ന് പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ ചിലർ കുഴിച്ചു വെച്ചാൽ കരിഞ്ഞു പോകും. ചിലർ കുഴിച്ചു വെച്ചാൽ, ചിലർ പറയത്തില്ലേ, അവൻ കപ്പക്കോല് ചാരി വെച്ചാൽ മതി അതേ കപ്പ ഉണ്ടാകുമെന്ന്. അവിടെ നിന്നത് ഉണ്ടാകും, കിളുക്കും. ചുമ്മാ കാച്ചില് ചുമ്മാ ഇട്ടാൽ മതി അവിടെ കിളുക്കും എന്ന് പറയാറില്ല? എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈപുണ്യമാണ് എന്ന് പറഞ്ഞ പോലെ ചില നല്ല ദൈവദാസന്മാരെ വിളിച്ച് അടക്കം ചെയ്താൽ ഉയർപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ. പിന്നെ ഒത്തിരി ആൾക്കാർ കൂടണം. എന്റെ മരണത്തിന് ഒത്തിരി ആൾക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ മരണത്തിന് ഒത്തിരി ആൾ വരണം, വലിയ പന്തലിടണം, ഭയങ്കര ആൾക്കൂട്ടം വേണം. പിന്നെ ഏറ്റവും നല്ല, ഇപ്പൊ നമ്മുടെ ഒരു ക്രിസ്ത്യൻ, നമ്മുടെ പെന്തക്കോസ്ത് അല്ല, മറ്റുള്ള ക്രിസ്ത്യനാണെ പറയും അവിടുന്ന് ഏറ്റവും വലിയ തിരുമേനിയോ അവിടുത്തെ ഏറ്റവും വലിയ ബിഷപ്പോ വന്നത് ചെയ്യണം. അല്ലെങ്കിൽ ഹൈന്ദവരാണെങ്കിൽ അതിന് തക്കതായ ഒരാൾ വരണം, ഇന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ വരണം. ഒരു നല്ല ദൈവഭക്തന്റെ കൈ കൊണ്ട് ശുശ്രൂഷ ചെയ്യപ്പെടണം. അതിനകത്ത് കൊയർ വേണം, നല്ല ഗായക സംഘം, അതായത് കൊയർ, നല്ല ഗായക സംഘം വേണം, ഒരുപാട് ദൈവദാസന്മാർ വേണം. ഇങ്ങനെ പലർക്കും മരണത്തെക്കുറിച്ച് പല കൺസെപ്റ്റാ. എന്നാൽ മരണത്തിന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ വ്യക്തമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനെ മരണം എങ്ങനെയായിരുന്നു? കട്ടിലേ കിടന്നാണോ? അല്ല, ആകാശത്തിനും ഭൂമിക്കും ഇടയ്ക്ക് ഒരു മരത്തെ കിടന്നാ മരിച്ചേ. കൂടെ വരണേ, മരത്തെ കിടന്നാ മരിച്ചേ. അതും സ്വാഭാവികമായി മലർന്ന് നേരെ കിടന്നല്ല, നേരെ നിന്നാ മരിച്ചേ.
കിടന്നു മരിക്കുകയല്ല യേശു, നിന്നു മരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടോ? 2, ഇത്രയും പീഡകൾ അനുഭവിച്ചൊരു മരണം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും കഠിന വേദന അനുഭവിച്ചൊരു മരണം മറ്റൊരാൾക്ക് ഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഉഴവുചാല് പോലെ ശരീരം തല്ലി കീറി രക്തം ഒഴുകപ്പെടുകയാ. പീലാത്തോസിന്റെ കൽത്തളത്തിൽ മുതൽ കാൽവറിയുടെ കൊലക്കളം വരെ അടിച്ച് തെറിപ്പിച്ച ശരീരത്തിന്റെ അംശങ്ങൾ, ശരീരഭാഗങ്ങൾ രക്തം കൂട്ടി പറിച്ചെറിയുന്നത് പോലെ ഈ കഷ്ടകളും ചൂണ്ടകളും കൊളുത്തിപ്പിട്ട ചാട്ടമാറുകൊണ്ട് എന്റെ യേശുവിന്റെ പുറം അടിച്ചുഴവുചാല് പോലെ കീറി. തന്നെ കണ്ടവർ മുഴുവൻ നോക്കി നിൽക്കവേ, തന്നെ ബഹുമാനിച്ചവർ മുഴുവൻ നോക്കി നിൽക്കവേ, അവരുടെ മുൻപിലൂടെ അർദ്ധനഗ്നനായി വലിച്ചിഴക്കപ്പെട്ട ഒരു 33.5 വയസ്സുകാരൻ. ഇത് ചിന്തിച്ചു നോക്കണം. മുഴുവൻ ജനത്തിന്റെ മധ്യത്തിൽ ഉഴവുചാല് പോലെ കീറപ്പെട്ട ശരീരഭാഗങ്ങളും കൊണ്ട് അർദ്ധനഗ്നനായി ഭാരമേറിയൊരു മരക്കുരിശും ചുമന്നുകൊണ്ട് കാൽവറിലേക്ക് നടന്നു പോകുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? കർത്താവിന്റെ അന്ത്യ നിമിഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മരണം എന്താ നല്ല മരണം? വ്യക്തമാക്കാം, ശ്രദ്ധിക്കൂ. യേശുവിനെ കൊലപാതകം ചെയ്യുമ്പോൾ, യേശുവിനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരങ്ങൾ ആ സമൂഹത്തിലുണ്ടായിരുന്നു. എന്നാ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? യേശുവിന്റെ ശവസംസ്കാര കേൾക്കണോ? ഇത് വായിക്കാവേ. യേശുവിന്റെ ശവസംസ്കാര ശുശ്രൂഷ വായിക്കാം. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനാകയാൽ വന്ന് പീലാത്തോസിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. എന്നെ കേട്ടോണേ. ജോസഫ് ആ ശരീരം എടുത്ത് നിർമ്മലശീലിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിയിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിക്ക് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. കല്ലറയുടെ എതിരെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ശവടക്കിന്? എത്ര പേരുണ്ടായിരുന്നു യേശുവിന്റെ ശവമടക്കിന്? ചിന്തിച്ചോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 5000 കൂടിയ കൺവെൻഷൻ നടത്തിയ ദൈവം യേശു, പിതാവിന്റെ അരുമ കുഞ്ഞാട് യേശു, 5000 10,000 15,000 വലിയ കൺവെൻഷൻ നടത്തിയ ദൈവദാസനെ അടക്കാം 3 പേര്. മനസ്സിലായോ? 3 പേര്. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവന്റെ 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചയാളുടെ ശവമടക്കിന് 3 പേര്. 1 മഗ്ദലക്കാരത്തി മറിയ, 2 മറ്റേ മറിയ, 3 അടക്കിയ ആള്. എത്ര പേർക്ക് മനസ്സിലായി? ആൾക്കൂട്ടത്തെ ഒന്നും അവിടെ ഞാൻ കണ്ടില്ല. ഇനി അടക്കിയ പാസ്റ്റർ, അതാ രസം. അടക്കിയ പാസ്റ്റർ അതിനേക്കാ രസം. ആരാന്നറിയോ? അരിമത്യക്കാരൻ ജോസഫ്. പുള്ളി കോർഡിനേഷൻ ഉള്ളതാണോ? വാ, ആർക്കറിയാം. ആരോടും പറയണ്ട. ഈ ശവമടക്കാനും കല്യാണം നടത്താനും ഒക്കെയുള്ള, സ്നാനപ്പെടുത്താനും കർത്തൃമേശ നടത്താനുമുള്ള ഓർഡിനേഷൻ നിങ്ങൾക്കുണ്ടോ? ആർക്കറിയാം? ഇതൊരു വിവാദമാവൂ? ആർക്കറിയാം? കർത്താവായ യേശുക്രിസ്തുവിനെ ശവമടക്കം ചെയ്ത അരിമത്യക്കാരൻ ജോസഫിനോട് ഈ എളിയ കർത്തൃദാസൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഓർഡിനേഷൻ ഉണ്ടോ? ഏതെങ്കിലും സഭയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിങ്ങൾ ബൈബിൾ കോളേജിൽ പഠിച്ചതാണോ? നിങ്ങൾക്കാരാണ് കൈവെപ്പ് നടത്തിയത്? മരിച്ച ഒരാളെ അടക്കാനുള്ള ശുശ്രൂഷ നിങ്ങൾക്കുണ്ടോ?
കയ്യിന്ന് പോയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനു മുമ്പ് നിങ്ങൾ ശവമടക്ക് നടത്തിയിട്ടുണ്ടോ? സ്നാനം നടത്തിയിട്ടുണ്ടോ? കർത്തൃമേശ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഏതെങ്കിലും ശുശ്രൂഷ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ശവമടക്കുവാനുള്ള അധികാരം നിങ്ങൾക്ക് സഭ തന്നിട്ടുണ്ടോ? അരിമത്യക്കാരൻ ജോസഫേ, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ശവമടക്കാനുള്ള ഓർഡിനേഷൻ ഉണ്ടോ? കണ്ടോ, പോകുന്ന നോക്കണ്ടോ? ആയിരങ്ങൾക്ക് വിടുതൽ കൊടുത്ത, 10,000-ങ്ങൾക്ക് സൗഖ്യം കൊടുത്ത്, ലക്ഷങ്ങളെ ആഹാരം കൊടുത്ത് പുലർത്തിയ ദൈവദാസന്റെ ശവമടക്കിന് 3 പേര്. അടക്കാൻ ദൈവദാസന്മാരില്ല. കൂടെ നടന്ന 12 ശിഷ്യന്മാര് പോലും ഇല്ല. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് പറയാം. നീ എത്ര വലിയവനായാലും, നീ എത്ര ജനസമ്മതിയുള്ളവനായാലും, ഒരു കാര്യം പറയാം, ലോകം നിന്നെ കൈവിടും. ലോകക്കാർ നിന്നെ കൈവിടും. നിന്റെ പ്രാർത്ഥനയുടെ കൃപയുടെ അനുഭവങ്ങൾ മുഴുവൻ ജീവിതത്തിൽ പ്രാപിച്ചവർ പോലും നിന്റെ കഷ്ടത്തിൽ നിന്നെ കൈവിടും. കണ്ട, 5000 എവിടെ? ആഹാരം കഴിച്ച 5000 എവിടെ? 5 അപ്പവും 2 മീനും കൊണ്ട് മൃഷ്ടാനം കഴിപ്പിച്ച് ആ ദേശം എവിടെ? നിന്റെ കയ്യാൽ സൗഖ്യം പ്രാപിച്ചവരെവിടെ? കഴിഞ്ഞ 3.5 വർഷം നീ കൊണ്ടു നടന്ന നിന്റെ ശിഷ്യന്മാരെവിടെ? നിരാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ കൃപ എല്ലാവർക്കും വേണം. നിന്റെ പ്രാർത്ഥന വരം വേണം. ഇതിനകത്ത് തിയോളജി ഒന്നും കേൾക്കണ്ട. തിയോളജി നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്ക് പ്രാർത്ഥനാ വരമുണ്ടോ? നിന്നെ അവർക്ക് വേണം. നിനക്ക് അധികാര ശുശ്രൂഷയുണ്ടോ? നിന്നെ പലർക്കും വേണം. നിനക്ക് രോഗശാന്തി വരമുണ്ടോ? നിന്നെ പലർക്കും വേണം. നിനക്ക് മറ്റുള്ളവരുടെ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ദൈവകൃപയുണ്ടോ? നീ മാർക്കറ്റുള്ളവനാ, നിന്നെ പലർക്കും വേണം. നിനക്ക് അന്ധകാര ശക്തിയുടെ മേൽ അധികാരമുണ്ടോ? നിന്നെ പലർക്കും വേണം. നീ പ്രാർത്ഥിച്ചാൽ വിടുതലാണോ? നിന്നെ പലർക്കും വേണം. ഞാൻ യേശുവിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കണ്ട, സൗഖ്യമാക്കുന്ന യേശുവിനെ പലർക്കും വേണം. കുരുടന്മാരെവിടെ? യേശു കാഴ്ച കൊടുത്ത കുരുടൻ എവിടെ? യേശു കേൾവി കൊടുത്ത ചെകിടൻ എവിടെ? യേശു സൗഖ്യമാക്കിയ മുടന്തൻ എവിടെ? യേശു സൗഖ്യമാക്കിയ കുഷ്ഠരോഗി എവിടെ? യേശു ഭൂതങ്ങളിൽ നിന്ന് അടിച്ചുവിട്ട ഭൂതഗ്രസ്തൻ എവിടെ? കണ്ട, യേശുവിന്റെ ശവമടക്ക് നോക്കിക്കേ. യേശുവിന്റെ ശവമടക്കിൽ എത്ര പേരുണ്ട്? 3 പേര്, 2 പെണ്ണും 1 ആണും. അടക്കിയത് വാസ്തുവല്ല, പുരോഹിതനല്ല. യേശുവിന്റെ ശവസംസ്കാര ചടങ്ങ് നടത്തിയത് പുരോഹിതനല്ല. യേശുവിന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ഒരു പുരോഹിതനല്ല, വേറും ഒരു മനുഷ്യൻ. ധനവാനായ അരിമത്യക്കാരൻ ജോസഫ്, അത്രേ ഉള്ളൂ ഇൻട്രഡക്ഷൻ. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാൾ, അത്രേ ഉള്ളൂ. രാത്രി കണ്ടോ? വ്യക്തമായോ? ഒരു നല്ല അവസാനം യേശുവിന് കിട്ടിയില്ല. ഒന്ന് കിടന്നു മരിക്കാൻ കഴിഞ്ഞില്ല. സ്വസ്ഥത കിട്ടിയില്ല. ദേശക്കാര് മുഴുവൻ കൊല്ലുക എന്ന് ആർത്തു പറഞ്ഞവർക്ക് നടുവിലൂടെ അർദ്ധനഗ്നനായി പുറം മുഴുവൻ ഉഴുവജാല് പോലെ കീറി യേശുവിനെ ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോയി. കണ്ടോ മരണം എങ്ങനെയാ? നിന്റെ അവസാന നിമിഷങ്ങളിൽ കണ്ടോ
ഒരു മുൾക്കിരീടം തലയിലടിച്ച് മുഖത്തെ രോമങ്ങളെല്ലാം പിഴുതുപറിച്ച് മുഖം മുഴുവൻ കാർക്കിച്ചു തുപ്പി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപനാക്കി മരണം കണ്ടോ? അവസാനം അടക്കാൻ വന്ന എത്ര പേര്? 3 പേര്. ഞാൻ ഈ വാക്യം വായിച്ചാ പറയുന്നത്. ഇതിനേക്കാൾ വ്യാഖ്യാനികൾ ഉണ്ടെങ്കിൽ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, അരിമത്യക്കാരൻ ജോസഫ് വന്ന് ശവം ചോദിച്ചു, പീലാത്തോസ് വിട്ടുകൊടുത്തു. തന്റെ പറമ്പിൽ പാറയിൽ വെട്ടിയ കല്ലറയിൽ സുഗന്ധദ്രവ്യം പൂശി റൂമാല് ചുറ്റി അരിമത്യക്കാരൻ അടക്കി. അരിമത്യക്കാരൻ ജോസഫ് ഉണ്ടോ? ഏതെങ്കിലും ബൈബിൾ കോളേജിൽ ഡിഗ്രി എടുത്തതാണോ? PG ഉണ്ടോ? ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അടുത്ത ആഴ്ച ഇതിനെതിരെ പ്രസംഗിച്ചു, എനിക്ക് വിരോധമില്ല. അരിമത്യക്കാരൻ ജോസഫിന്റെ കയ്യാൽ യേശുവിനെ അടക്കി. താൻ സ്നേഹിച്ചവരോ തന്നെ സ്നേഹിച്ചവരാരും ആ ശവ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ല. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും മാത്രം. രാത്രി ഒരു കാര്യം പറയാം, നീ സ്നേഹിച്ചവർ നിന്നെ തള്ളിക്കളയും. നിനക്കൊരു വിഷയം വരുമ്പോൾ പലരും നിന്നെ തള്ളിക്കളയും. നീ വിഷമസ്ഥിതിയിലാകുമ്പോൾ പലരും നിന്നെ കൈവിടും. കഴിഞ്ഞ ദിനങ്ങളിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചവർ, നിന്റെ കൃപാവരം മാക്സിമം ഉപയോഗിച്ചവർ, നിന്നെ കുത്തിയിരുത്തി പ്രാർത്ഥിച്ചവർ, നിന്നെ സ്നേഹിച്ചുവെന്ന് അഭിനയിച്ചവർ ഇല്ല കൊണ്ട് മൃഷ്ടാന ഭോജനം കൊടുത്തപ്പം തിരക്കായിരുന്നു. എന്നാ ആളായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോ എന്നാ തിരക്കായിരുന്നു. അയ്യോ, 12 കോട്ട മിച്ചം ചുമന്നോണ്ടാ പോയെ. എന്നിട്ട് അവരൊക്കെ എന്തിയേ? ഈ 5000 പേര് ആരെയും കണ്ടില്ലല്ലോ. യേശുവിന്റെ ശവമടക്ക് ശുശ്രൂഷയിൽ പങ്കെടുത്തത് 3 പേർ എന്റെ ബൈബിളിൽ. ഇനി വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു. നമുക്ക് അന്ത്യകാലത്ത് നടത്തേണ്ട രീതിയിലാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അദ്ദേഹം എന്ത് ചെയ്തു? എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എന്താ ചെയ്തേ? സുഗന്ധദ്രവ്യം പൂശി, എന്നിട്ട് റൂമാൽ കൊണ്ട് ചുറ്റി കല്ലറയെ കൊണ്ടുവച്ചു. ഞാൻ ഒരു കാര്യം പറയാം, നിർത്താൻ സമയമായി. പറയട്ടെ, എന്റെ പൊന്നു സഹോദര, ആത്മാവിൽ കേൾക്കണേ, കേട്ടോ. നിന്റെ മനസ്സിലെ ചിന്താഗതിയൊക്കെ മാറ്റ്. എടാ, ഉയർപ്പ് പ്രാപിക്കാൻ വലിയ അഭിഷിക്തന്റെ കയ്യാൽ അടക്ക് വേണമെന്നൊന്നും നിർബന്ധിക്കണ്ട. ബിഷപ്പിന്റെ കയ്യിലും സെൻട്രൽ പാസ്റ്ററുടെ കയ്യിലും കൊണ്ട് അടക്കിയാലെ ഉയർക്കുമെന്ന് വിചാരിക്കുന്ന നിങ്ങൾക്ക് തെറ്റി. ബിഷപ്പ് വന്നാലേ, ഇവിടെ മുഴുവൻ മുത്തിക്കൊട കെട്ടിയാലേ, അല്ല ഇവിടെ മുഴുവൻ പന്തലിട്ടാലേ, കൊയറ് വന്നാലേ, ഇങ്ങനെ ചെയ്താലേ ഉയർപ്പുണ്ടാകുമെന്ന് നീ വിശ്വസിക്കുന്ന നിനക്ക് തെറ്റി. അടക്കാൻ ദൈവദാസന്മാരോ പുരോഹിതനോ ഇല്ല, പന്തലില്ല, ആൾക്കൂട്ടമില്ല. എന്റെ യേശുവിനെ അടക്കാൻ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. മഗ്ദലക്കാരത്തി മറിയും മറ്റേ മറിയും അടക്കാൻ നിന്ന അരിമത്യക്കാരൻ ജോസഫും. പക്ഷെ ആത്മാവിൽ പറയാം, ആ ശരീരം ഉയർക്കപ്പെടുക തന്നെ ചെയ്തു. ഇന്ന് രാത്രി ഞാൻ പറയാം, അടക്കുന്നവന്റെ കയ്യിലല്ല ഉയർപ്പം, പ്രാപിച്ചവന്റെ കയ്യിലാ. വിശ്വാസമുള്ളവർ കർത്താവിനെ ശ്രദ്ധിച്ചു തുടങ്ങിക്കൂ. അടക്കുന്നവന്റെ കഴിവിലോ അവന്റെ പേരിലോ പെരുമയിലോ അവന്റെ കയ്യിൽ അംശവടിയിലോ അല്ല. നീ ജീവിതത്തിൽ എന്തു പ്രാപിച്ചു? നീ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നീ പ്രാപിച്ച വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ കാര്യത്തിൽ ആരും ഇടപെട്ടില്ലെങ്കിലും, നീ ഭാരപ്പെട്ടപ്പോൾ നിനക്ക് വേണ്ടി ആരും ഇടപെട്ടില്ലെങ്കിലും, ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു ഉയർപ്പുണ്ട്. കൊല ചെയ്യപ്പെടുകയായിരുന്നു.
റോമ ഗവൺമെന്റിന്റെ കിരാതമായ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട കർത്താവ് കൊല ചെയ്യപ്പെടുകയായിരുന്നു. ലോകത്തിലേക്ക് ഏറ്റവും വികൃതമായ ഒരു കൊലപാതകം. ഒരു മനുഷ്യനെ നഗ്നനാക്കി, തലയിൽ മുൾക്കിരീടമടിച്ച്, ശരീരം മുഴുവൻ ഉഴവുചാല് പോലെ കീറി, നെഞ്ചിൽ കുന്തം കുത്തിയിറക്കി, കയ്പ് കാടി കുടിപ്പിച്ച ഒരു മനുഷ്യനെ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ടാണ് യേശുവിനെ കൊന്നത്. എന്തിയേ? പല പ്രശ്നത്തിൽ നീ ഇടപെട്ടതല്ലേ, പലരുടെ കാര്യത്തിൽ നീ ഇടപെട്ടതല്ലേ. പക്ഷെ ഇപ്പൊ നിന്റെ കാര്യത്തിൽ ആരുണ്ട്? ആരുമില്ല, ആരുമില്ല. കണ്ട, ഞാനൊരു കാര്യം പറയാം. നിന്റെ പ്രാർത്ഥന പലർക്കും വേണം, നിന്റെ കൃപാവരം വേണം, നിന്റെ അനുഗ്രഹങ്ങൾ വേണം. പക്ഷേ നിനക്കൊരു വിഷയം വരുമ്പോൾ എത്ര പേര് നിന്റെ കൂടെ നിൽക്കും? അപ്പോഴും ഞാൻ പറയാം, അത്ര വലിയ ബന്ധമില്ലാത്ത ചിലരെയൊക്കെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. കണ്ട, അരിമത്തിക്കാരൻ ജോസഫ് കർത്താവിന്റെ കൂടെ നടന്നൊന്നുമില്ല. കർത്താവ് എപ്പോഴും ഞാൻ വരും എന്നൊക്കെ പറഞ്ഞ പുള്ളികളില്ലേ, അവരാരും ഇപ്പൊ കൂടെയില്ല. കണ്ട, അയ്യോ, എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എന്റെ ശുശ്രൂഷ ആദ്യ കാലഘട്ടത്തിൽ അയ്യോ പാസ്റ്ററെ വിട്ട് അയ്യോ ചിന്തിക്കാൻ പോലും മേല. ഷിബു പാസ്റ്ററെ വിട്ട് എന്റെ ദൈവമേ, ഞങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളാ ഷിബു പാസ്റ്റർ, അല്ലെങ്കിൽ ഞങ്ങളെ സ്നാനപ്പെടുത്തിയ ആളാ. ഒരിക്കലും അല്ലേ? പക്ഷെ നിനക്കൊരു വിഷയം വന്നാൽ അവരെ കാണുകയില്ല. പക്ഷെ അത്രയ്ക്കൊന്നും വലിയ അടുപ്പമൊന്നും കണ്ടില്ലേലും ചിലരെയൊക്കെ ദൈവം നമ്മുടെ കൂടെ നിർത്തും. കണ്ടോ, ഭക്തലക്കാര്യത്തിൽ മറിയണ്ടോ? 7 ഭൂതം ഉണ്ടായിരുന്നവളെ അഴിച്ചു വിട്ടതാ കർത്താവ്. അവള് പോവാതെ നിൽക്കുന്നുണ്ടോ? നിന്ന് കണ്ടോ? ചിലരെയൊക്കെ ദൈവം തരുന്നതിന്റെ കൂടെ. ഭാരപ്പെടുമൊന്നും വേണ്ട. ഭക്തലക്കാര്യത്തിൽ മറിയ 7 ഭൂതവുമായി വന്നതാ കർത്താവിന് മുമ്പിൽ. കർത്താവ് അതങ്ങ് അഴിച്ചു വിട്ടു, ഭൂതത്തെ പുറത്താക്കി. അവള് പോയില്ല. കണ്ടോ? നിങ്ങൾക്ക് കേൾക്കണോ? രസം കേൾക്കണോ? കർത്താവിനെ അടക്കുമ്പോഴും അവസാനം വരെ അവൾ നിന്നു. അടുത്ത കാര്യം കേൾക്കണോ? യേശു ഉയർക്കുമ്പോഴും ആദ്യത്തെ അവൾ അറിഞ്ഞത് അവള് തന്നെയാണ്. ഒന്നുകൂടെ പറയാം. യേശുവിന്റെ അവസാന നിമിഷം ശവമടക്കിന് പങ്കെടുത്ത പെണ്ണുങ്ങൾ ഒരാൾ അവളാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർക്കപ്പെട്ടപ്പോൾ ഉയർപ്പ് ആദ്യം അറിഞ്ഞതും അവള് തന്നെയാണ്. കണ്ടോ? ചിലരൊക്കെ കൂടെ നിർത്തും. ഭാരപ്പെടുവൊന്നും വേണ്ട. ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, മരണത്തിന്റെ അന്ത്യ കാലഘട്ടത്തിൽ അല്ലെ മരണത്തിന്റെ അന്ത്യ നിമിഷങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല വിഷയം. അതൊന്നും അല്ല വിഷയം. അടക്കിയത് ആരാന്നോ, ചവടക്കൻ എത്ര പേര് കൂടിയെന്നോ, വലിയ പന്തലിട്ടെന്നോ, വലിയ കൊയറ് വന്നെന്നോ, ഇതൊന്നും അല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം നീ ഉയർപ്പ് പ്രാപിക്കാനുള്ള വ്യക്തിയാണോ? ഒരു കാര്യം പറയാം, യേശുവിന് നല്ല മരണം കിട്ടിയില്ല. അല്ലെ, നമ്മുടെ ലോകപ്രകാരമുള്ള ഒരു നല്ല മരണമല്ല, കൊലപാതകമായിരുന്നു. 2, യേശുവിനെ അടക്കാൻ ഒരു പുരോഹിതൻ വന്നില്ല. യേശുവിനെ അടക്കാൻ വെറും ഒരു ശിഷ്യൻ, വെറും ഒരു സാധാ മനുഷ്യൻ വന്നാണ് യേശുവിനെ അടക്കിയത്. അവിടെ വലിയ പാട്ടോ വലിയ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 3, യേശുവിന്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് വെറും 2 പേരുടെയാണ്. മൊത്തം 3 പേര്. എന്നോട് ചോദിക്കട്ടെ, ഇന്ന് അമേരിക്കയിൽ, ഇറ്റലിയിൽ, ചൈനയിൽ, എന്തിനേറെ പറയുന്നു, ഏതാണ്ട് 172 രാജ്യങ്ങളിൽ മനുഷ്യൻ മരിച്ചോണ്ടിരിക്കുക. സത്യം പറ, ഇവർക്കൊക്കെ അവരുടെ സംസ്കാരത്തിനോ അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള ഒരു ശവസംസ്കാര ശുശ്രൂഷ കിട്ടുന്നുണ്ടോ? ഇല്ല എന്നതാ സത്യം. അമേരിക്ക ഒരു ക്രിസ്ത്യൻ കൺട്രിയാ, നിങ്ങൾക്കറിയാം. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഒരു ദ്വീപിൽ, മലയാള മനോരമ ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു, കോട്ടയം എഡിഷനിൽ, ഒരു വലിയ ദ്വീപിൽ വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട്, വലിയ JCB കൊണ്ട് വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ശവങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുക. ഒരു പുരോഹിതനില്ല, കരയാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ ആളില്ല, പാട്ടുപാടാനുള്ള ആളില്ല, കൊയറില്ല, തിരുമേനിയില്ല, ഐമേനിയില്ല, ആരുമില്ല. ശവം, അത്രയേ ഉള്ളൂ. അമേരിക്കയുടെ ഒരു ദ്വീപിൽ, ആൾത്താമസമില്ലാത്ത ദ്വീപിൽ, ഒരു പുറംപറമ്പ് എന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ അവകാശികളില്ലാത്ത ശവശരീരങ്ങൾ കൊണ്ട് തള്ളിയിരുന്ന ഒരു ദ്വീപിൽ വലിയൊരു കുഴി വെട്ടിയിട്ട് ആയിരങ്ങളെ അടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുവാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ഒരു നല്ല ശവമടക്കല്ല വിഷയം. ആണ് കൂടുന്ന ഒരു ശവമടക്കല്ല വിഷയം. ഒരു വലിയ തിരുമേനിയോ, വലിയൊരു ഐമേനിയോ, വലിയൊരു ദൈവദാസനോ, വലിയ ഓഡിയേഷൻ പ്രാപിച്ച് ആയിരങ്ങളെ അടക്കിയ ഒരാളോ അടക്കിക്കൊണ്ടൊന്നും നീ ഉയർക്കുകയില്ല. പറയട്ടെ, PG കിട്ടിയോ, അവിടെ കോഴ്സ് ചെയ്തോ, അതൊന്നും നമ്മുടെ വിഷയമല്ല. രാത്രികാലം പറയാം, അമേരിക്കയുടെ മണ്ണിലും ഇറ്റലിയിലും മറ്റ് ലോക രാജ്യങ്ങൾ, യൂറോപ്പിലൊക്കെ അനേകർ മരിക്കുന്നൊന്നും ശവസംസ്കാര ശുശ്രൂഷ കിട്ടുന്നില്ല. ഒരു ദൈവദാസന്റെ പ്രൈസലോ കൈയോടുകൂടെയുള്ള ശവസംസ്കാര ശുശ്രൂഷ ഇല്ല. ബൈബിള് വായിക്കാനോ പാടാനോ പ്രാർത്ഥിക്കാനോ അവിടെ ആരുമില്ല. ഒരു നല്ല കൊയറില്ല, കാണാൻ ആൾക്കാരില്ല, ജനക്കൂട്ടമില്ല, ബന്ധുക്കളില്ല. എന്തിനേറെ പറയുന്നു, ഭാര്യയോ ഭർത്താവോ ബന്ധുക്കളോ പോലുമില്ല കൊണ്ട് അടക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഭയപ്പെടണ്ട.
ഭയപ്പെടണ്ട. ഉയർപ്പിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവ ഉയർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ പ്രഭാതം ഉയർപ്പിന്റെ പ്രഭാതമായി നാം സന്തോഷിച്ചെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, യേശുവിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നടത്തിയത് അരിമത്തിക്കാരൻ ജോസഫ്. 2-3 പേർ കൂടി ഒരു ശവസംസ്കാര ശുശ്രൂഷ എപ്രകാരം അടക്കി? ആരെങ്കിലും ബൈബിൾ വായിച്ചോ? അന്നത്തെ കാലത്ത് ഒരു യഹൂദന് ലഭിക്കേണ്ട പരിഗണനകളുമല്ലോ ഈ ശവസംസ്കാര ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് ഉയർക്കുക തന്നെ ചെയ്തെങ്കിൽ, അത് കല്ലറകളെ തകർത്തുകൊണ്ട്, കാവൽ നിൽക്കുന്ന കാവൽ ഭടന്മാരുടെ കുന്തൻ മൂലകളെ തകർത്തുകൊണ്ട്, റോമൻ ഇമ്പീരിയൽ മുദ്രയെ തകർത്തുകൊണ്ട് യേശു പുറത്തു വന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ നിന്നെ ആരൊക്കെ തകർത്താലും, ആരൊക്കെ നിന്നെ ഒതുക്കി വെച്ചാലും, ആരൊക്കെ നിന്റെ ഉയർപ്പ് തടഞ്ഞാലും, അതിനെ തകർത്തുകൊണ്ട് ഉയർക്കപ്പെടുന്ന ഒരു കാഹളമുണ്ടെന്ന് ഈ ദിവസം നീ മറന്നു പോകരുത്. കർത്താവൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ശുഭമുഹൂർത്തത്തിൽ ഒരു ഉയർപ്പ് നിന്നെ കാത്തിരിക്കുകയാ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, അന്ത്യകാലഘട്ടത്തിൽ എല്ലാരെയും കണ്ട് കിടക്കുന്ന മരിക്കാവുന്നൊരു മരണമല്ല വലിയ മരണം. അധികം കിടക്കാതെ മരിക്കുന്ന മരണമല്ല നല്ല മരണം. ഭാര്യയും ഭർത്താവിനെയും ദ്രോഹിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുന്ന മരണമല്ല നല്ല മരണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയുടെ പ്രമാണം അനുസരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ചു മരിച്ചടക്കപ്പെടുന്ന ഒരു വ്യക്തിക്കാണ് ഉയർപ്പുള്ളത്. അതിനകത്ത് ഏത് ദൈവദാസൻ അടക്കണമെന്നില്ല, വലിയൊരു കൊയറ് വേണമെന്നില്ല, വലിയ തിരുമേനി അയ്മേനി വരണമെന്നില്ല, വലിയ ജനക്കൂട്ടം വരണമെന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശവമടക്ക് നടത്തിയ അരിമത്യക്കാരൻ ജോസഫ്, അതിനു മുമ്പ് അദ്ദേഹം ശവസംസ്കാര ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, എനിക്കതിന് തെളിവില്ല. അരിമത്യക്കാരൻ ജോസഫ് മരണ ശുശ്രൂഷ ഇതിനു മുമ്പ് ചെയ്തു എന്നതിന് എനിക്ക് തെളിവില്ല. ഉണ്ടെങ്കിൽ അറിയിച്ചാൽ സന്തോഷം. ചെറിയൊരു കൂട്ടം, 2-3 പേരടങ്ങുന്ന ചെറിയൊരു കൂട്ടത്തിൽ ശവമടക്കിയിട്ടില്ലാത്തൊരു മനുഷ്യൻ ഒരു കല്ലറയ്ക്കകത്ത് യേശുവിന്റെ ശരീരം എടുത്തു വെച്ച് കല്ലുവെച്ച് അദ്ദേഹം പോയി. പക്ഷെ ആത്മാവിൽ പറയാം, അതിന് യഥാർത്ഥത്തിൽ ഒരു യഹൂദന് ലഭിക്കേണ്ട പരിഗണനയോ യഹൂദന്മാർക്ക് ലഭിക്കേണ്ട ശുശ്രൂഷ നിലവാരോ കിട്ടിയില്ലെങ്കിലും ആത്മാവിൽ പറയട്ടെ, ആ ശരീരം ഉയർക്കുക തന്നെ ചെയ്തു. ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്റെ മരണമല്ല വിഷയം, നിന്റെ അന്ത്യമല്ല വിഷയം, നീ യേശുവിനെ അറിഞ്ഞോ എന്നുള്ളതാ വിഷയം. യേശുവിനെ അറിഞ്ഞ് യേശുവിനോട് ജീവിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കല്ലറക്കും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, ഒരു കല്ലിനും നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല, ഒരു കാരാഗ്രഹത്തിന് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ആത്മാവിൽ പറയട്ടെ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട പത്രോസിനെ ഒരു പോറൽ പോലും കേൾക്കാതെ ഒരു ദൂതൻ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കോ, ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, നിന്നെ വിടുവിക്കുന്ന ഒരു ഉയർപ്പിന്റെ പ്രഭാതമുണ്ട്. വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്കൊരു പ്രഭാതമുണ്ട്, നിനക്കൊരു പ്രഭാതമുണ്ട്, നിനക്കൊരു പ്രഭാതമുണ്ട്. വിശ്വസിക്കാം, കണ്ണുകളെ ചേർത്തടയ്ക്കാം. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മെ ഇടയാക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഇന്ന് രാത്രി ആത്മാവിൽ പറയട്ടെ, ഉടക അന്ത്യകാഹള ദിനത്തിൽ ഉയർക്കപ്പെടുന്ന എത്ര പേര് ഇന്നെ കേൾക്കുന്നുണ്ട്? അന്ത്യകാഹളം ഉദിക്കുമ്പോൾ ഉയർക്കപ്പെടുവാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ആമേൻ പറയാൻ ഒരുങ്ങിയാട്ടെ. ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞു തുടങ്ങും? എന്റെ മരണം കൊറോണയാണോ? അതൊന്നും എന്റെ വിഷയമല്ല. അതിനപ്പുറത്ത്, കൊറോണയ്ക്കപ്പുറത്ത്, ക്യാൻസറിനപ്പുറത്ത്, ലിവർ സിറോസിസിനപ്പുറത്ത്, ഹാർട്ട് അറ്റാക്കിനപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, കാൽവരിൽ മരിച്ചടക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ അപമാനിക്കപ്പെട്ട കർത്താവിന് ഉയർപ്പുണ്ടെങ്കിൽ, വലിയ പ്രമുഖനല്ല യേശുവിനെ അടക്കിയത്, വലിയ ആൾക്കൂട്ടം യേശുവിനില്ലായിരുന്നു. 5000ങ്ങളെ പോഷിപ്പിച്ച കർത്താവിന്റെ ശവമടക്കിന് ചെറിയൊരു ജനക്കൂട്ടം മാത്രം, അത് ഇതുവരെ ശവമടക്ക് പോലും നടത്താത്തൊരു വ്യക്തി കൊണ്ട് ശവമടക്കി. രാത്രി പറയാ, ഹല്ലേലൂയ, ഈ രോഗത്തിൽ അനേക വ്യാധികൾ പിടിച്ച്, കൊറോണ എന്ന വ്യാധി പിടിച്ച് അനേകർ മരണപ്പെടുമ്പോഴും ശരിയായ ശവമടക്ക് കിട്ടിയില്ലല്ലോ, ഒരു പുരോഹിതൻ വന്നില്ലല്ലോ, തിരുമേനി വന്നില്ലല്ലോ, അത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഭാരപ്പെടാൻ നീ നോക്കി നിൽക്കണ്ട. നിരാത്രിക്കാലം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധിയും വേർപാടിലും ജീവിക്കുവാൻ തീരുമാനമെടുത്ത വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ശവമടക്ക് വിഷയമല്ല. അവൻ അടക്കം ചെയ്തില്ലെങ്കിലും ഉയർക്കപ്പെടുമെന്നുള്ള ശക്തമായ ഒരു തിരിച്ചറിവോടുകൂടെ ഈ ദിവസക്കാലം നമുക്ക് കണ്ണടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നത് അത് മനുഷ്യനായതുകൊണ്ടാണ് തുറന്നു വന്നത്. എന്നാൽ യേശുവിന്
ആവശ്യമായിരുന്നില്ല. കല്ലറ തുറന്ന് യേശു പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ മുമ്പിൽ അടച്ചുവച്ച കല്ലറയും അടച്ചുവച്ച കൽക്കൂമ്പാരങ്ങളും തട്ടി തകർത്തുകൊണ്ട് നന്മയുടെ മുമ്പിൽ, അനുഗ്രഹത്തിന് മുമ്പിൽ, വാഗ്ദത്തത്തിന് മുമ്പിൽ, ഉയർപ്പിന് മുമ്പിൽ അടച്ചുവച്ച സകല കല്ലുകളെ തട്ടി മാറ്റിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഉയർപ്പ് പ്രാപിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കേൾപ്പിച്ച വചനപ്രകാരം അനുഗ്രഹിപ്പാൻ ഞങ്ങളെ ഇടയാക്കിയ ദൈവത്തിന് കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹം പ്രാപിക്കുന്ന ജനത്തിനായി സ്തോത്രം. കർത്താവേ, ആരെങ്കിലും യേശുവിനെ അറിയാതെ, യേശുവിനെ രക്ഷ സ്വീകരിക്കാതെ, വിശുദ്ധിക്ക് വില കൊടുക്കാതെ, തിരുവചനം വായിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസം അവരെ ദൈവം ഒരുക്കണമേ. ഒരു നല്ല ശവസംസ്കാരം എനിക്ക് വേണം. കിടന്നു മരിക്കരുത്. ആർക്കും ബുദ്ധിമുട്ട്. ഇതൊന്നുമല്ല മരണത്തിന്റെ കാര്യങ്ങള്. ഒരു നല്ല മരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ദൈവദാസന്റെ കയ്യാൽ ശുശ്രൂഷ ചെയ്യപ്പെടുന്നതോ, വലിയൊരു കൊയർ വന്ന് പാടുന്നതോ, ഒരു വലിയ ജനക്കൂട്ടം വരുന്നതോ അല്ല. യേശുവിനെ അറിഞ്ഞ് നിത്യത പ്രാപിച്ചുള്ള മരണമാണ് ഏറ്റവും നല്ല മരണമെന്ന് തിരിച്ചറിയാൻ ദൈവം സഹായിക്കണമേ. ഒരു കൊലപാതകിയാണ് ഉയർത്തത്. ഒരു കൊലപാതകം ചെയ്യപ്പെട്ട യേശു, എന്നല്ല കൊലപാതകത്തിന് കാരണമായി പോയ യേശു, ലോകം കൊല ചെയ്യപ്പെട്ട യേശു, ഹല്ലേലൂയ, ഉയർത്തെങ്കിൽ ഏറ്റവും നിഷ്ഠൂരമായ ഒരു മരണത്തിന് യേശു നിദാനമായെങ്കിൽ, മുഖത്തുത്തുപ്പി രോമങ്ങൾ വലിച്ചു പറിച്ച് പുറമുഴുപുചാല് പോലെ കീറി കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറൊരു മൃതശരീരം ഉയർക്കപ്പെട്ടെങ്കിൽ അതിന് കാരണം നല്ല ശവമടക്കല്ല, അതിന് കാരണം ആൾക്കൂട്ടമല്ല, ഒരു നല്ല ദൈവദാസന്റെ കയ്യാലുള്ള ശവസംസ്കാര ശുശ്രൂഷയുമല്ല. ഉയർക്കപ്പെടുന്ന നിത്യത യേശു മുന്നമേ പ്രാപിച്ചു കഴിഞ്ഞു. ഈ ദിനങ്ങൾ നിത്യതയ്ക്കായി ജനത്തെ ഒരുക്കണം. അതിനായി ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. God bless you all of you.